ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയെ വരവേൽക്കുവാൻ 23-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വരാൻ പോകുന്നത് ഉപമിക്കുവാനാവാത്ത ദുരിതങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് മറിയം ദൂതനോട് യെസ് പറഞ്ഞു? തൻ്റെ അന്തസ്സും ആണത്വവും കുടുംബ മഹിമയുമെല്ലാം സമൂഹത്തിൽ അവഹേളിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ജോസഫ് തന്റെ സ്വപ്നത്തിൽ വിശ്വസിച്ചു? സുഗന്ധത്തിൽ ഉപേക്ഷിച്ച് പാതിരാത്രിയിൽ ആട്ടിടയന്മാർ എന്തുകൊണ്ട് ഉണ്ണിക്കും അവൻ്റെ അമ്മയ്ക്കും കാവലിരുന്നു? ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമാണ് തങ്ങൾ ദർശിച്ച നക്ഷത്രത്തിൻ്റെ ഉറവിടമെന്ന് അറിഞ്ഞിട്ടും വർഷങ്ങൾ യാത്ര ചെയ്ത് എന്തുകൊണ്ട് ജ്ഞാനികൾ ആ കുഞ്ഞിനെ തേടിയെത്തി? എല്ലാത്തിനും ഉത്തരം ഒന്നേയുള്ളൂ. ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷമാണ് തങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് അവർക്കുണ്ടായിരുന്ന ഉറപ്പ്. സ്നേഹമുള്ളവരെ, ഇനി ഒരിക്കലും മനസ്തപിക്കാനിടയാകാത്ത വിധത്തിൽ നീ കണ്ടെത്തുന്ന സമാധാനത്തിന്റെ പേരാണ് ദൈവം. പിറവിക്കിനി 1-2 ദിവസങ്ങൾ മാത്രം. സമാധാനത്തിൽ ഓരോ ദിവസവും കിടന്നുറങ്ങാൻ നമുക്കാകുന്നുണ്ടോ എന്നൊരു ചോദ്യം സ്വയം ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാവും നിത്യമായ സമാധാനം തരുന്നവനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. പ്രാർത്ഥിക്കാം. ദൈവമേ, സമാധാനമായി ജീവിക്കാനും സമാധാനത്തോടെ ഉറങ്ങാനും സമാധാനത്തിൽ മരിക്കാനും ബലം തരണമേ. എന്നാൽ ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.